വാർത്തകൾ വിശദമായി നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചു. രാഹുലിനെതിരെ വഴിനീള പ്രതിഷേധമുണ്ടായി. രാഹുലുമായി പോയ വാഹനം യുവമോർച്ചയും മറ്റ് യുവജന സംഘടനകളും പ്രവർത്തകരും തടഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെ ഡോക്ടർ ജയിലിലെത്തി വൈദ്യപരിശോധന നടത്തും. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി സുധീഷ് ഗോപാലും ഗോകുൽ രമേശും ചേരുന്നു. ആദ്യം ഗോകുലിലേക്കാണ്. ഗോകുൽ, ഏറെ ഒരു 3 കേസുകളായി. ആദ്യ കേസിൽ ജാമ്യമില്ല, രണ്ടാമത്തെ ജാമ്യം കിട്ടി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല, റിമാൻഡിലായിരിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ഹാബിച്വൽ ഒഫൻഡർ എന്നൊരു വാക്കാണ്. സ്ഥിരം കുറ്റവാളി എന്നാണ് SIT നിരീക്ഷിച്ചത്, കണ്ടെത്തിയത്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്? ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതിയെ ക്രൂരമായിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചു പ്രതി എന്നുള്ളത് തന്നെയാണ്. പ്രതി കാമ സംതൃപ്തി വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. സമൂഹ മാധ്യമം വഴിയാണ് പരിചയപ്പെട്ടത്. പിന്നീട് 8/4/2024 തിരുവല്ലയിൽ ഒരു ഹോട്ടൽ റൂം ഈ യുവതിയെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. തുടർന്ന് അവിടെ യുവതിയെ കാണാൻ ചെന്ന ഉടനെ തന്നെ ഇയാൾ യുവതിയെ ബെഡിലേക്ക് തള്ളിയിടുകയും ക്രൂരമായിട്ട് ലൈംഗികമായി ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് ഉപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുവതിയുടെ മുഖത്തടിക്കുകയും കുത്തുകയും വരെ ചെയ്തു എന്ന് പറയുന്നു. ഒപ്പം പ്രതി ഒരു സ്ഥിരം കുറ്റവാളിയാണ്. അതുമാത്രമല്ല, ഈ അതിജീവിതമാരെ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ ബുള്ളിയിങ് ചെയ്തുകൊണ്ട്, സോഷ്യൽ ബുള്ളിയിങ് ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം വീണ്ടും വീണ്ടും അവരെ ഇത്തരത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ രാഹുലിനെ ഇന്നലെ വൈകിട്ട് 12:30 കൂടിയിട്ടാണ് പാലക്കാട് ഹോട്ടൽ മുറിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഈ സമയത്ത് രാഹുലിന്റെ ഒരു സാംസങ് മൊബൈൽ ഫോൺ പോലീസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പാസ്വേഡ് പ്രതി, അതായത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു നൽകാൻ തയ്യാറായിട്ടില്ല എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. മാത്രമല്ല, പ്രതിയുടെ പക്കൽ ധാരാളമായിട്ട് ഡിജിറ്റൽ ഉപകരണങ്ങളുണ്ട്. ഡിജിറ്റൽ ഉപകരണങ്ങൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രതി. അതുകൊണ്ട് തന്നെ ഈ ഉപകരണങ്ങൾ ഇയാളുടെ ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളുടെ വീഡിയോകളും അതോടൊപ്പം തന്നെ മറ്റ് ഡിജിറ്റൽ തെളിവുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ പ്രതി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് നിരവധി വീട്ടമ്മമാരെയും യുവതിമാരെയും ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകുകയും അതിനുശേഷം ഈ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യവും അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക വേഷ്ടി നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഒരു പ്രതിയെ ഈ ഘട്ടത്തിൽ ശിക്ഷ ഇളവിന് അനുവാദം നൽകരുത് എന്നുള്ളതാണ് കോടതി പറയുന്നത്. അത് മാത്രമല്ല, ഇയാൾ ശിക്ഷ ഇളവ് നൽകുകയാണെങ്കിൽ ഇയാൾ വീണ്ടും മുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കണക്കാക്കിക്കൊണ്ട് പരമാവധി ശിക്ഷ, അതായത് റിമാൻഡിലേക്ക് തന്നെ വിടണമെന്നുള്ള ആവശ്യമാണ് അന്വേഷണ സംഘം മുന്നോട്ട് കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിലെ നിലവിൽ മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുലിനെതിരെ വഴിനീള പ്രതിഷേധവുമുണ്ടായി. വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാലുണ്ട്. സുധീഷ് ഗോപാൽ, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? വിവരങ്ങൾ. അമൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉള്ളത് മാവേലിക്കര സബ് ജയിലിനുള്ളിലാണ്. അവിടെ വൈദ്യപരിശോധന നടക്കുകയാണ്. ഇവിടെ കോടതിയിൽ നിന്നും റിമാൻഡ് ചെയ്ത് പുറത്തിറക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെ വഴിയിലുടനീളം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു വൈദ്യപരിശോധന കൂടി അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് നേരെ സബ് ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിക്കുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ചെറിയ വാതിലിലൂടെ അകത്തേക്ക് നടത്തിക്കൊണ്ടുപോകാൻ പോലീസ് ആദ്യം ഒരു ശ്രമം നടത്തിയെങ്കിലും അതിന് സാധിക്കാത്ത വിധമുള്ള വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. അതേ തുടർന്ന് ഗേറ്റ് പൂർണ്ണമായും തുറന്ന് വാഹനം അകത്ത് കയറ്റി രാഹുലിനെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ രീതിയിൽ അതിശക്തമായ പ്രതിഷേധം, രാഹുലിൻ്റെ രാജി ഉണ്ടാകും വരെയും പ്രതിഷേധം തുടരും എന്ന നിലപാടാണ് ഈ യുവമോർച്ച പ്രവർത്തകരടക്കമുള്ള യുവജന സംഘടനകൾക്കുമുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡോക്ടർമാർ ഇവിടെ എത്തി, ജയിലിലെത്തി ആരോഗ്യ പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, വലിയ രീതിയിൽ ഏത് ഭാഗത്തു നിന്ന് ചോദിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യം. അതും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു, തൻ്റെ
കുട്ടിയെ ഏതൊരു സ്ത്രീയും പ്രസവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള വ്യാപകമായ പീഡന കഥകൾ പുറത്തു വരുമ്പോൾ യുവജന സംഘടനകൾ സ്വാഭാവികമായും പ്രതിഷേധവുമായി രംഗത്തെത്തും. ആ പ്രതിഷേധമാണ് ഇന്ന് കോടതിയിൽ നിന്നിറക്കി ജയിൽ വരെയും റോഡിൻ്റെ ഭാഗങ്ങളിലും കണ്ടത്. ആ തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയ യുവമോർച്ച പ്രവർത്തകർ നമുക്കിപ്പോൾ ഉണ്ട്. അവരോടൊന്ന് ചോദിക്കാം. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇപ്പം ജയിലിലേക്ക് കയറ്റുന്നതിന് പോലും വലിയ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധം തന്നെ ആയിരുന്നു. ഇതോടെ തീർന്ന പ്രതിഷേധം. എന്താണ് യുവമോർച്ചയുടെ ഒരു നിലപാട്? കേരളത്തിലെ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ സമൂഹത്തിന് വളരെ തെറ്റായൊരു സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ പിണറായി വിജയനും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിൽ ഒത്തുകളിയാണ് ഇതെന്നാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. ഇത്രയും ദിവസമായി, ഒരു 2-3 മാസക്കാലം ഇങ്ങനെ പുറത്ത് നടന്നതിന് ശേഷമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് ചെയ്തത് കേരളത്തിൻ്റെ ഈ ഇലക്ഷൻ വരാൻ പോകുന്നു, അതിൽ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ടാണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. ഈ അറസ്റ്റ് ചെയ്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. പത്തനംതിട്ട ജില്ലയിൽ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന യുവമോർച്ചയുടെ ഭാരവാഹികളെ ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാലിൽ കൂടി കാർ കയറ്റി ഇറങ്ങിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. യുവമോർച്ച എന്തായാലും രാഹുൽ പുറത്തിറങ്ങുന്ന സമയം ഉൾപ്പെടെ രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നിടം വരെ യുവമോർച്ച പ്രതിഷേധിക്കും. ശക്തമായ പ്രതിഷേധങ്ങൾ യുവമോർച്ചയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ രാഹുലിൻ്റെ ഇത്തരം നടപടി, അതിനെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൽ അടക്കമുണ്ട് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു. അത് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? കേരളത്തിലെ സമൂഹത്തോട്, കേരളത്തിലെ യുവാക്കളോട്, യുവജനങ്ങളോട് യൂത്ത് കോൺഗ്രസ് നീതി പുലർത്തുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസിലെ വനിതകൾ ഉൾപ്പെടെ ഒരു വിഭാഗം രാഹുലിനെതിരെ സംസാരിക്കുമ്പോഴും പ്രതിഷേധം ഉയർത്തുമ്പോഴും വലിയൊരു ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് കേരളത്തിലെ യുവജനങ്ങളോടുള്ള പ്രതിഷേധം തന്നെയാണ്. ഇപ്പം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഇത്രയും കേരളത്തിൽ സംസാരം, ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു MLA തന്നെ ഇങ്ങനെ ഒരു പീഡകനായി മാറുന്ന സാഹചര്യം, ഇത്തരം കഥകൾ പുറത്തു വരുന്നത്. അതിനെ എങ്ങനെ കാണുന്നു? നമുക്കറിയാം, ഈ ഒരു സംഭവം ഇപ്പോൾ മൂന്നാമത്തെ വനിത അല്ലെങ്കിൽ അതിജീവിത പരാതി കൊടുത്തു കഴിയുമ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ 1-2 സംഭവങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും കേരളത്തിലെ സർക്കാരും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു വനിതകൾക്കും നീതി കിട്ടിയിട്ടില്ല. ഈ ഇലക്ഷൻ അടുപ്പിച്ചതുകൊണ്ട്, ഈ ഇലക്ഷൻ വരാൻ പോകുന്നതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ട് മാത്രം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തു തന്നെയായാലും രാഹുലിൻ്റെ രാജി ഉണ്ടാകുന്നത് വരെയും പ്രതിഷേധം തുടരും എന്ന ഒരു നിലപാടിലാണ് യുവമോർച്ച പ്രവർത്തകരുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകരുടെ BJPയുടെ പ്രവർത്തകരെ അടക്കം വേദനിപ്പിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കുന്ന തരത്തിലായിരുന്നു പോലീസിൻ്റെ നടപടിയെന്ന ആക്ഷേപവും യുവമോർച്ച പ്രവർത്തകർ ഉന്നയിക്കുകയാണ്. എന്തു തന്നെയായാലും ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടമുള്ളത്. അവിടെ വൈദ്യപരിശോധന നടക്കുകയാണ്. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് പരിശോധന എന്തെങ്കിലും വേണമെങ്കിൽ അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. സാധാരണ രീതിയിൽ അത്തരമൊരു സാഹചര്യമില്ല. മറ്റ് രീതിയിലുള്ള വലിയ തരത്തിലുള്ള മറ്റ് കോടതിയിൽ നിന്ന് ഇറക്കിയതിന് ശേഷം രാഹുലിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ മറ്റ് നടപടികളിലേക്കൊന്നും പോകേണ്ടതില്ല. ഇത്തരത്തിലൊരു സുരക്ഷയുടെ ഭാഗമായി ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്താൻ കഴിയാഞ്ഞതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ജയിലിലെത്തിയുള്ള ഒരു പരിശോധന നടക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി പരിഗണിക്കുകയാണ്. അത്തരം നടപടികളിലേക്ക് പോകുമ്പോൾ എന്താണ് പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ കോടതിയെ ധരിപ്പിക്കുക എന്നതാണ് ഇനി നിർണായകമാകുക. അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുകളി ഉണ്ടാകുമോ എന്നതടക്കമുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും 3 പേർ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിട്ട് ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. അത് ഒരു വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ അത് നിഷ്പക്ഷമായ നടപടികളുമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടം ശിക്ഷിക്കപ്പെടുന്നതടക്കമുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തൂ. അതോടൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം അടിയന്തരമായി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രക്ഷോഭം അതിശക്തമാവും വരും മണിക്കൂറുകളിൽ, ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എന്ന കാര്യത്തിലും സംശയമില്ല. അമൽ, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. രാഹുലിനെതിരെ വഴിനീളെ പ്രതിഷേധമുണ്ടായി. രാഹുലുമായി എത്തിയ വാഹനം യുവമോർച്ചയും മറ്റ് യുവജന സംഘടനാ പ്രവർത്തകരും തടഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെ ഡോക്ടർ ജയിലിലെത്തി വൈദ്യപരിശോധന നടത്തുകയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാലും ഗോകുൽ രമേശും.